നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ മണി ബിൽസ് അഥവാ പണ ബില്ലുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ആധാർ ആക്ട് പാസ്സാക്കിയത് ഒരു മണി ബിൽ ആയിട്ടാണ്. അപ്പോൾ മുതൽ ഈ മണി ബില്ലിൻ്റെ കോൺട്രവേഴ്സികളൊക്കെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ എന്താണ് മണി ബില്ല് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ എന്നുമാണ് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മണി ബിൽസ്, പണബില്ലുകൾ എന്താണ് എന്ന് നോക്കാം. ആർട്ടിക്കിൾ 110 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് മണി ബിൽസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിൽ ഈസ് ഡീംഡ് ടു ബി എ മണി ബിൽ if it contains only provisions dealing with all or any of the following matters. ഇന്ത്യൻ ഭരണഘടനയുടെ 110 ആർട്ടിക്കിളിലാണ് മണി ബിൽസ്, പണബില്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 110 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകൾ അടങ്ങിയ ബില്ലിനെയാണ് മണി ബിൽസ് അഥവാ പണബില്ല് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ വ്യവസ്ഥകൾ എന്ന് നോക്കാം. 1. The imposition, abolition, remission, alteration or regulation of any tax. ഏതെങ്കിലും നികുതിയുടെ ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ് ചെയ്യൽ, ഭേദപ്പെടുത്തൽ അല്ലെങ്കിൽ ക്രമപ്പെടുത്തൽ എന്നിവയടങ്ങിയ ബില്ലുകൾ. 2. The regulation of the borrowing of money by the Union Government. ഭാരത സർക്കാർ കടമെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ബില്ലുകൾ. 3. The custody of the Consolidated Fund of India or the Contingency Fund of India, the payment of monies into or the withdrawal of money from any such fund. കൺസോളിഡേറ്റഡ് ഫണ്ട്, അതിന് സഞ്ചിത നിധി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ആകസ്മിക നിധി. ഇവിടെ ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയുടെയോ ആകസ്മിക നിധിയുടെയോ സൂക്ഷിപ്പ്, അങ്ങനെയുള്ള ഏതെങ്കിലും നിധിയിൽ നിന്ന് പണം അടയ്ക്കൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം തിരിച്ചെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കും മണി ബിൽ എന്ന് പറയാം. അതായത് ഇത്തരം ഫണ്ടുകളിൽ നിന്നും പണം എടുക്കുന്നതിനും പണം അടയ്ക്കുന്നതും സംബന്ധിച്ച ബില്ലുകൾ. 4. The appropriation of money out of the Consolidated Fund of India. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച ബില്ലുകൾ. 5. Declaration of any expenditure charged on the Consolidated Fund of India or increasing the amount of any such expenditure. ഏതെങ്കിലും ചെലവ് ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നും നടത്തേണ്ട ചെലവാണെന്ന് പ്രഖ്യാപിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചെലവിൻ്റെ തുക വർദ്ധിപ്പിക്കൽ. 6. The receipt of money on account of the Consolidated Fund of India or the public account of India or the custody or issue of such money or the audit of the accounts of the union or of a state. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയുടെയോ ഭാരതത്തിൻ്റെ പൊതുകണക്കിൻ്റെയോ വകയിൽ പണം സ്വീകരിക്കൽ, അങ്ങനെയുള്ള പണം സൂക്ഷിക്കൽ അല്ലെങ്കിൽ കൊടുക്കൽ, അല്ലെങ്കിൽ യൂണിയൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ കണക്കുകൾ ഓഡിറ്റ് ചെയ്യൽ എന്നിവയടങ്ങിയ ബില്ലുകൾ. 7. Any matter incidental to any of the matters specified above. മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി അനുബന്ധിച്ചു വരുന്ന ഏതൊരു ബില്ലിനെയും മണി ബിൽ അല്ലെങ്കിൽ പണബിൽ എന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഈ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ബില്ലുകളെ മാത്രമാണ് നാം മണി ബിൽ എന്ന് പറയുന്നത്. അല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ഏതൊരു ബില്ലിനെയും മണി ബിൽ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. ഉദാഹരണം നോക്കാം. A bill is not to be deemed to be a money bill by reason only that it provides for. താഴെ പറയുന്ന കാരണങ്ങൾ ഉൾക്കൊള്ളുന്ന ബില്ലുകളെ മണി ബില്ലായി കണക്കാക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. The imposition of fines or other pecuniary penalties. ഒരു ബില്ലിൽ പിഴകളോ പണം അടയ്ക്കേണ്ട മറ്റ് ശിക്ഷകളോ ചുമത്തുവാൻ വേണ്ടി മാത്രം ഉള്ളതാണ് എങ്കിൽ അതിനെ മണി ബില്ലായി കണക്കാക്കുവാൻ സാധിക്കില്ല. 2. The demand or payment of fees for licenses or fees for services rendered. ഒരു ബില്ലിൽ ലൈസൻസുകൾക്ക് വേണ്ടിയുള്ള ഫീസോ
ചെയ്ത സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ഫീസോ ആവശ്യപ്പെടുവാനോ അടയ്ക്കുവാനോ വ്യവസ്ഥ ചെയ്യുന്നു എന്ന കാരണത്താലോ അതിനെ മണി ബിൽ അഥവാ പണബില്ലായിട്ട് കരുതുവാൻ സാധിക്കില്ല. 3. The imposition, abolition, remission, alteration or regulation of any tax by any local authority or body for local purposes. ഒരു തദ്ദേശ അധികാര സ്ഥാപനം പരിമിതമായ സ്ഥലത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി നികുതി ചുമത്തുവാനോ നിർത്തലാക്കുവാനോ ഇളവ് ചെയ്യുവാനോ ഭേദപ്പെടുത്തുവാനോ ക്രമപ്പെടുത്തുവാനോ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ള കാരണത്താലും ഒരു ബില്ല് പണബില്ലായി കരുതുവാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് ഉള്ളത്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളെ മണി ബില്ലായി കണക്കാക്കുവാൻ സാധിക്കില്ല. ഇനി മണി ബില്ലുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മണി ബില്ലുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റായ വ്യവസ്ഥകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ മത്സര പരീക്ഷകൾക്കൊക്കെ ഇതാണ് ചോദിക്കുന്നത്. If any question arises whether a bill is a money bill or not, the decision of the Speaker of the Lok Sabha is final. ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്നുള്ള എന്തെങ്കിലും ചോദ്യം ഉയരുകയാണ് എങ്കിൽ ലോക്സഭയുടെ സ്പീക്കറുടെ വിധി ആയിരിക്കും അതിൽ അന്തിമം. അതായത് ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ്. മറ്റാർക്കും അതിൽ ഇടപെടുവാനുള്ള അധികാരം ഇല്ല, കോടതികൾക്കും സാധിക്കില്ല. എ മണി ബിൽ ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോക്സഭ ആൻഡ് ദാറ്റ് ടു ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. എവറി സച്ച് ബിൽ ഈസ് കൺസിഡേർഡ് ടു ബി എ ഗവൺമെന്റ് ബിൽ ആൻഡ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ. നമുക്കറിയാം, പാർലമെന്റിൽ 2 സഭകളുണ്ട്, ലോക്സഭ, രാജ്യസഭ. മണി ബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതും പ്രസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള നിർദ്ദേശത്തോടു കൂടി മാത്രമേ പണബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. മണി ബില്ലുകളെ ഗവൺമെന്റ് ബില്ലായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഒരു മിനിസ്റ്ററിന് മാത്രമേ അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. മിനിസ്റ്റർ അല്ലാത്ത MLA-മാർക്ക് ഇത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. The Rajya Sabha has restricted powers with regard to a money bill. It cannot reject or amend a money bill. It can only make the recommendations. It must return the bill to the Lok Sabha within 14 days with or without recommendations. പാർലമെന്റിലെ അപ്പർ സഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയ്ക്ക് മണി ബില്ലിൽ വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. രാജ്യസഭയ്ക്ക് മണി ബിൽ റിജക്റ്റ് ചെയ്യാനോ ഭേദഗതി ചെയ്യുവാനോ ഉള്ള പവർ ഇല്ല. പകരം നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള അധികാരങ്ങൾ മാത്രമേ രാജ്യസഭയ്ക്ക് ഉള്ളൂ. ഒരു മണി ബിൽ രാജ്യസഭയിൽ എത്തിയാൽ 14 ദിവസത്തിനുള്ളിൽ അത് ലോക്സഭയിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പാസ് ആക്കിയതായി കരുതപ്പെടും. If the Lok Sabha accepts any recommendation, the bill is then deemed to have been passed by both the houses in the modified form. If the Lok Sabha does not accept any recommendations, the bill is then deemed to have passed by both the houses in the form originally passed by the Lok Sabha without any change. ഇവിടെ മണി ബിൽ പാസ്സാക്കുന്ന ക്രമമാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനോടുകൂടി ആദ്യം മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അവിടെ നിന്നും പാസ്സാക്കപ്പെട്ടതിന് ശേഷം അത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭയിൽ മാക്സിമം 14 ദിവസം വരെ മാത്രമേ ഇവ പിടിച്ചു വെക്കുവാൻ സാധിക്കുകയുള്ളൂ. 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭയും മണി ബിൽ പാസ്സാക്കിയാൽ പാർലമെന്റിൽ മണി ബിൽ പാസ്സാക്കപ്പെട്ടു. ഇനി അഥവാ രാജ്യസഭ എന്തെങ്കിലും റെക്കമെൻഡേഷനോടുകൂടി ഇത് തിരിച്ച് ലോക്സഭയ്ക്ക് അയച്ചു എന്നിരിക്കട്ടെ. ലോക്സഭയ്ക്ക് 2 ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ ഈ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇത് ലോക്സഭയുടെ പവറാണ്. സപ്പോസ് ലോക്സഭ ഈ റെക്കമെൻഡേഷൻസിനെ റിജക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബില്ലിൻ്റെ ഒറിജിനൽ ഫോമിൽ മണി ബിൽ പാസ്സാക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇതിൽ നിന്ന് മണി ബില്ലിൻ്റെ കാര്യത്തിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയെക്കാട്ടിൽ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഭാരതത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഫണ്ടുകളുടെ സുഗമമായ വിനിയോഗം നടത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ലോക്സഭയ്ക്ക് ഇങ്ങനെ ഒരു പവർ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ലോക്സഭയോടാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയ്ക്ക് ഇത്തരം പവറുകൾ കൂടുതലായി കൊടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ഇത്തരം അധികാരങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിൽ പണവിനിയോഗം സുഗമമായി തന്നെ നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് മണി ബില്ലിനെ പറ്റി പറയുവാനുള്ളത്. മണി ബില്ലിനെ സംബന്ധിച്ച വ്യവസ്ഥകൾ നമ്മൾ കണ്ടു, അതിൻ്റെ എക്സെപ്ഷൻസ് കണ്ടു. അതോടൊപ്പം തന്നെ മണി ബില്ലുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും താഴെ കൊടുത്തിരിക്കുന്നു. നന്ദി.